ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഹാജാസ് ക്ലാസ്സസിൻ്റെ മോർണിംഗ് ടീയിലേക്ക് എല്ലാവരെയും സഹർഷം സ്വാഗതം ചെയ്യും. ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ. ഗംഗാ നദിയെ ദേശീയ നദിയായി പ്രഖ്യാപിച്ചത് എപ്പോൾ? ഇതാണ് ചോദ്യം. ഗംഗാ നദിയെ ദേശീയ നദിയായി പ്രഖ്യാപിച്ച വർഷം. ഓപ്ഷൻസ് വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ, വെറുതെ ഇരിക്കുകയല്ലേ, അറിയാമെന്നുള്ളത്. 2009 നവംബർ 14 ആണോ? ശരിയല്ല, തെറ്റാണ്. രണ്ടാമത്തെ ഓപ്ഷൻ 2008 നവംബർ 14, ശരിയല്ല. മൂന്നാമത്തെ ഓപ്ഷൻ 2009 നവംബർ 4, അതും ശരിയല്ല. നാലാമത്തെ ഓപ്ഷൻ, ഇതാണ് കറക്റ്റ്, 2008 നവംബർ 4. അപ്പൊ ഗംഗാ നദിയെ ഇന്ത്യയുടെ പോഷക നദിയായി പ്രഖ്യാപിച്ചത് 2008 നവംബർ മാസം 4-ാം തീയതിയാണ്. മറക്കില്ലല്ലോ, വളരെ ശ്രദ്ധിക്കണേ. ഇത് ചോദിച്ചിട്ടുണ്ട്, നിരവധി തവണ ചോദിച്ചൊരു ചോദ്യമാണ്. 2008 നവംബർ മാസം 4-ാം തീയതിയാണ് ഗംഗ ഇന്ത്യയുടെ എന്തായിട്ട് മാറുന്നത്? ദേശീയ നദിയായി മാറുന്നത്. പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ്, ഓർമ്മിച്ചോളണേ. ഗംഗയെ ഇന്ത്യയുടെ ദേശീയ നദിയായി, നാഷണൽ റിവറായി പ്രഖ്യാപിക്കുന്നത് ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ്. മൻമോഹൻ സിംഗ്. അവിടെ കണക്ട് ചെയ്ത് ഒരു കാര്യം കൂടെ പറയട്ടെ. നമ്മുടെ ദേശീയ ജലജീവി ഏതാണ്? ഇന്ത്യയുടെ ദേശീയ ജലജീവി അറിയാം, ഗംഗാ ഡോൾഫിനാണ്, ശരിയല്ലേ? ഇന്ത്യയുടെ ദേശീയ ജലജീവി എന്ന് പറയുന്നത് ഗംഗാ ഡോൾഫിനാണ്. ഏത് വർഷമാണ് ഗംഗാ ഡോൾഫിനെ ഇന്ത്യയുടെ ദേശീയ ജലജീവിയായിട്ട് പ്രഖ്യാപിക്കുന്നതെന്ന് അറിയാമോ? അതൊന്ന് കമന്റ് ചെയ്യൂ. ദേശീയ ജലജീവി ഗംഗാ ഡോൾഫിനാണെന്ന് എല്ലാവർക്കും അറിയാം. ഇനി ഏത് വർഷമാണ് ഇന്ത്യയുടെ ദേശീയ ജലജീവിയായിട്ട് ഗംഗാ ഡോൾഫിനെ പ്രഖ്യാപിച്ചത്? അത് 2009 കേട്ടോ, 2009. അതും ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ്, ഡോക്ടർ മൻമോഹൻ സിംഗ്. അപ്പോൾ ഓക്കെ, ഇവിടെ നമ്മൾ പറഞ്ഞത് ഇന്ത്യയുടെ ദേശീയ നദിയായി ഗംഗയെ പ്രഖ്യാപിച്ചത് 2008 നവംബർ 4. ഇന്ത്യയുടെ ദേശീയ ജലജീവി എന്ന് വിളിക്കുന്നത് ഗംഗാ ഡോൾഫിനെയാണ്. ഗംഗാ ഡോൾഫിനെ അങ്ങനെ പ്രഖ്യാപിക്കുന്നത് 2009 ആണ്. ഗംഗാ നദിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് ചർച്ച ചെയ്യാം. ഗംഗയെക്കുറിച്ച് മുഴുവനും പറയണമെങ്കിൽ 1 മണിക്കൂറോട്ടും തീരില്ല. അങ്ങനെ ആ ഒരു ക്ലാസ് ആയിട്ട് എടുക്കണമെങ്കിൽ നമുക്ക് അത്യാവശ്യം വേണ്ടുന്ന ചില കാര്യങ്ങൾ ഇവിടെ നമുക്കൊന്ന് ചർച്ച ചെയ്യാം. ഗംഗയെ വിളിക്കുന്നത് ഇന്ത്യയുടെ ദേശീയ നദി, ഇന്ത്യയുടെ പുണ്യനദി, ഇന്ത്യയുടെ ജീവരേഖ, ഏറ്റവും നീളം കൂടിയ നദി, ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള ഇന്ത്യൻ നദി. ഒറ്റ ആൻസർ ഗംഗയാണ്. ഇതെല്ലാത്തിൻ്റെ ആൻസർ നമ്മുടെ ഗംഗ എന്നുള്ള നദിയാണ്. ഈ ഗംഗാ നദിയുടെ ആകെ നീളം എത്ര അറിയാം അല്ലെ? ഗംഗയുടെ ആകെ നീളം 25 കിലോമീറ്റർ ആണ്. ഫാൻസി നമ്പറാണ്, പഠിക്കാൻ എളുപ്പമുണ്ട്. 2525 കിലോമീറ്റർ എല്ലാവർക്കും അറിയാമായിരിക്കും. അറിഞ്ഞൂടെ അത്രയൊന്ന് ഒന്ന് ഓർമ്മിച്ച് വെച്ചേക്കുക. 25 കിലോമീറ്റർ ആണ് ഗംഗയുടെ ആകെ നീളം എന്ന് പറയുന്നത്. ഈ ഗംഗാ നദി ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? ഗംഗ ഉത്ഭവിക്കുന്നത് ഇന്ത്യക്ക് അകത്തുനിന്നാണോ പുറത്തുനിന്നാണോ? ഗംഗ ഉത്ഭവിക്കുന്നത് ഇന്ത്യക്ക് അകത്തുനിന്നാണ്. ഉത്തരാഖണ്ഡ് എന്നൊരു സ്റ്റേറ്റ് ഉണ്ട്, ഉത്തരാഖണ്ഡ്. ആ ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിൽ ഗംഗോത്രി എന്നൊരു ഹിമാനി ഉണ്ട്. അതൊക്കെ അറിയാം നമുക്ക് അല്ലെ? ഗംഗോത്രി ഹിമാനി. ആ ഗംഗോത്രി ഹിമാനിയിലെ ഗോമുഖ് അഥവാ ഗായ്മുഖ് ഗുഹയിൽ നിന്നുമാണ് ഈ ഗംഗാ നദി ഉത്ഭവിക്കുന്നത്. എവിടെ? ഉത്തരാഖണ്ഡ്. നമ്മൾ സിന്ധുവും ബ്രഹ്മപുത്രയും പഠിക്കുമ്പോൾ ഔട്ട്സൈഡ് ഇന്ത്യയാണ്, ഇന്ത്യക്ക് പുറത്തുനിന്നാണ് ഉത്ഭവിക്കുന്നത് അവർ രണ്ടുപേരും. ടിബറ്റ് അഥവാ ചൈനയിൽ നിന്നാണ്. പക്ഷെ ഗംഗ അങ്ങനെയല്ല. ഗംഗ ഇന്ത്യക്ക് അകത്ത് ഉത്തരാഖണ്ഡിൽ നിന്നാണ്. ഗംഗോത്രി ഹിമാനിയിലെ ഏതാണ് സ്ഥലത്തിന്റെ പേര്? ഗംഗോത്രി ഹിമാനിയിലെ ഗായ്മുഖ് അഥവാ ഗോമുഖ് ഗുഹ, പശുവിന്റെ മുഖം പോലെയുള്ള ഒരു ഗുഹയിൽ നിന്നുമാണ്, ഒരു അരുവി പോലെ ഈ ഗംഗാ നദി ഉത്ഭവിക്കുന്നത്. പക്ഷെ ഉത്ഭവസ്ഥാനത്തെ പേര് ഗംഗ എന്നല്ല. ഗംഗയുടെ ഉത്ഭവസ്ഥാനത്തെ പേര് ഗംഗ എന്നല്ല. ഗംഗയുടെ ഉത്ഭവസ്ഥാനത്തെ പേര് ആരെങ്കിലും ഒന്ന് കമന്റ് ചെയ്യൂ. ഗംഗയുടെ ഉത്ഭവസ്ഥാനത്തെ പേര്, ഗംഗയുടെ ഉത്ഭവസ്ഥാനത്തെ പേര് ഒന്ന് കമന്റ് ചെയ്തിട്ടേക്കൂ. ഞാൻ നോക്കാം.
ഗംഗയുടെ ഉത്ഭവസ്ഥാനത്തെ പേര്. അപ്പോ ഞാൻ പറഞ്ഞുതരാമേ, ഈ ഗംഗയുടെ ഉത്ഭവസ്ഥാനത്തെ പേര് ഗംഗയെന്നല്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ഗംഗ ആവണമല്ലോ, അത് ആരുമായിട്ടോ കൂടെ ചേരുമ്പോഴാണ് ഗംഗയാകുന്നത്, അല്ലെ? ഗംഗാ നദി ഗംഗയാകുന്നത് മറ്റൊരു നദിയുമായിട്ട് ചേരുമ്പോഴാണ്. അത് ഒരു ഹിമാനി എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ, ഏതാണ്ട് ഇങ്ങനെ ഇരിക്കും ഹിമാനി, ഒരു മഞ്ഞുമല, അത്രയേ ഉള്ളൂ. ആ ഹിമാനിയുടെ പേര് NCERT പുസ്തകം അനുസരിച്ച് സതോപാന്ത് ഹിമാനി എന്നാണ്. സതോപാന്ത് ഹിമാനി, സതോപാന്ത് ഹിമാനി, ഇത് NCERT പുസ്തകത്തിൽ. ഈ സതോപാന്ത് ഹിമാനിയിൽ നിന്ന് മറ്റൊരു നദി ഉത്ഭവിക്കുന്നുണ്ട്. ആ നദിയുടെ പേരാണ് അളകനന്ദ. എന്താ പേര്? അളകനന്ദ. അളകനന്ദ. കമന്റ് ചെയ്തോ നിങ്ങൾ? ഗംഗയുടെ ആദ്യ പേര് ഭഗീരഥി എന്നാണ് കേട്ടോ, ഭഗീരഥി. ഞാൻ അതാണ് അപ്പോഴും പറയാത്തത്, ഭഗീരഥി. യെസ്, ഓക്കെ. അപ്പൊ ഇവിടെ ഭഗീരഥി പറഞ്ഞപ്പോൾ ഒരു കാര്യം സൂചിപ്പിക്കണേ. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ ഡാം, ദ ഹയസ്റ്റ് ഡാം ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ ഡാം, ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ ഡാം തെഹ്രി ഡാമാണ്. തെഹ്രി ഡാം സ്ഥിതി ചെയ്യുന്നത്, നിർമ്മിച്ചിരിക്കുന്നത് ഭഗീരഥി നദിയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ ഡാം തെഹ്രി ഡാം നിർമ്മിച്ചിരിക്കുന്നത് ഈ ഭഗീരഥി നദിയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഡാം ഹിരാക്കുട്ട് ഡാമാണ്, മഹാനദിയിലാണ്. ഇത് ഉയരം കൂടിയ ഡാമാണ്. യെസ്, ഓക്കെ. അപ്പൊ ഇവിടെ നമ്മളിതാ രണ്ട് നദികളെ ഇപ്പൊ പറഞ്ഞു. രണ്ടും ഉത്തരാഖണ്ഡിൽ തന്നെയാണ് ഉത്ഭവിക്കുന്നത്. ആരൊക്കെയാണ്? നമ്മുടെ ഭഗീരഥയും അളകനന്ദയും. ഈ രണ്ട് നദികളും ഇവിടെ ഇങ്ങനെ ഭഗീരഥി ഒഴുകി വരുന്നു, ഇവിടെ കൂടെ നമ്മുടെ അളകനന്ദയും ഒഴുകി വരികയാണ്. ഈ രണ്ട് നദികളും കൂടെ ഇവിടെ ഒരു സ്ഥലത്ത് വെച്ച്, ഉത്തരാഖണ്ഡിൽ തന്നെയുള്ള ഒരു സ്ഥലത്ത് വെച്ച് അവർ മീറ്റ് ചെയ്യുകയാണ്. അപ്പോ അളകനന്ദ നദിയും ഭഗീരഥി നദിയും ഉത്തരാഖണ്ഡിലെ ഏത് സ്ഥലത്ത് വെച്ചാണ് സന്ധിക്കുന്നത്? ഈ രണ്ട് നദികളും കൂടെ സന്ധിക്കുന്ന സ്ഥലം, അതിൻ്റെ പേര്, ആ സ്ഥലത്തിൻ്റെ പേര് ദേവപ്രയാഗ് എന്നാണ്. ദേവപ്രയാഗ് വളരെ പ്രധാനം. ദേവപ്രയാഗ് എന്ന സ്ഥലത്ത് വെച്ച് ഈ രണ്ട് നദികളും സന്ധിച്ചിട്ട് ഒരു വലിയ നദിയായി മാറി. അങ്ങനെയാണ് ഗംഗയായി മാറുന്നത്. ഗംഗയാകുന്ന സ്ഥലം ദേവപ്രയാഗ്. ആരൊക്കെ തമ്മിൽ മീറ്റ് ചെയ്തിട്ടാണ്? അളകനന്ദയും ഭഗീരഥിയും തമ്മിൽ മീറ്റ് ചെയ്തിട്ടാണ് ഗംഗയായി മാറുന്നത്, അല്ലെങ്കിൽ ഭഗീരഥി ഗംഗയായി മാറുന്നത്. രണ്ട് നദികൾ തമ്മിൽ മീറ്റ്. പിന്നെയും കുറച്ച് കൊച്ചു കൊച്ചു നദികളൊക്കെ വന്ന് ചേരുന്നുണ്ട് കേട്ടോ, അത് നമുക്ക് ഇവിടെ പ്രാധാന്യമല്ല. അപ്പൊ ദേവപ്രയാഗിൽ വെച്ച് ഒന്നായി ഗംഗ എന്ന നദിയായി മാറി. ഈ ഗംഗാ നദിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോഷക നദികൾ ഏതൊക്കെയാണ്? കുറേ പോഷക നദികളുണ്ട്. അത് നമുക്ക് പറയേണ്ടത് യമുനയെ പറ്റി പറയണം. യമുന നദി ഗംഗയിലെ ഒരു ഗംഗയുടെ ഏറ്റവും നീളം കൂടിയ പോഷക നദി ചോദിച്ചാൽ യമുന നദിയാണ്, അല്ലെ? മറ്റൊന്നാണ് ഘാഗ്ര. ഗംഗയുടെ പോഷക നദിയാണ് ഘാഗ്ര. മറ്റൊരു പോഷക നദിയാണ് കോസി. ഗോമതി പറയാം, കോസി, ഗോമതി. രാംഗംഗ പറയാം, രാംഗംഗ, എറ്റ്സെട്ര. കുറേ പോഷക നദികളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് യമുന, ഘാഗ്ര, കോസി, ഗോമതി, പിന്നെന്താണ്? രാംഗംഗ. ഇനി ഒന്നുകൂടെ പറയാനുണ്ട് കേട്ടോ, സോണിനെ പറ്റി പറയണം. ഇവയൊക്കെയാണ് പ്രധാനപ്പെട്ട പോഷക നദി. ഇതിൽ ഏറ്റവും നീളം കൂടിയ പോഷക നദി എന്ന് ചോദിച്ചാൽ യമുന നദിയാണ്. യമുനയെ പറ്റി കൂടുതൽ പറയാൻ ഇപ്പൊ സമയമില്ല. നോക്കൂ, കോസി നമുക്കറിയാം, നേപ്പാളിൽ നിന്ന് ഉത്ഭവിച്ചു വരുന്ന നദിയാണ് കോസി. നേപ്പാളിൽ നിന്ന് ഉത്ഭവിച്ച് നമ്മുടെ ഇന്ത്യയിലേക്ക് വന്ന് ബീഹാറിൽ വെച്ചാണ് ഈ കോസി നദി ഗംഗയിലേക്ക് ചേരുന്നത്. ഇടയ്ക്കിടയ്ക്ക് കോസി ഒരു വലിയ ഫ്ലഡുമായിട്ട് വരാറുണ്ട്, വെള്ളപ്പൊക്കവുമായിട്ട് വരാറുണ്ട്. കാരണം വലിയ മഞ്ഞുമല ഇടിഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് ആ കോസി നദിയിൽ വെള്ളപ്പൊക്കം ഉണ്ടാവും. ഇത് കൊണ്ട് കൊടുക്കുന്നത് എവിടെയാണ്? ഗംഗയിൽ വന്ന് ചേരുന്ന സ്ഥലം ബീഹാറാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ബീഹാറിൽ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നു. അപ്പൊ അതുകൊണ്ട് കോസിയെ വിളിക്കുന്നത് ബീഹാറിന്റെ ദുഃഖം എന്നാണ്. കോസി ബീഹാറിന്റെ ദുഃഖം. ബംഗാളിന്റെ ദുഃഖം പക്ഷെ ദാമോദറാണ്. ആസാമിന്റെ ദുഃഖവും ആസാമിന്റെ ജീവരേഖയും ബ്രഹ്മപുത്രയാണ്, അല്ലെ? അപ്പൊ നോക്കിയുള്ളൂ, കോസിയായി. ഇനി ഇവിടെ ഒരു രാംഗംഗ കിടക്കുന്നുണ്ട്. ഈ രാംഗംഗയും നമ്മുടെ ഗംഗാ നദിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു പോഷക നദിയാണ്. ഈ രാംഗംഗ എന്ന് പറയുന്ന നദി ഒരു പ്രധാനപ്പെട്ട നാഷണൽ പാർക്കിലൂടെ ഒഴുകുന്നുണ്ട്. അത് നമുക്ക് പറയാം.
ഇവിടെ നോക്കിക്കൊള്ളൂ, സോൺ ഒരു വലിയ വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് സോൺ. എന്താണെന്ന് അറിയാമോ സോണിന്റെ പ്രത്യേകത? ഗംഗയുടെ പ്രധാനപ്പെട്ട ഉപദ്വീപിയൻ പോഷക നദിയാണ് സോൺ. എന്ന് പറഞ്ഞാൽ ഈ ബാക്കി പറഞ്ഞിരിക്കുന്ന യമുന, കാഗ്ര, കോസി, ഗോമതി, രാംഗംഗ ഈ നദികളെല്ലാം ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിച്ച് ഇവിടെ വന്ന് ചേരുകയാണ്, നമ്മുടെ ഗംഗയിലേക്ക് വന്ന് ചേരുകയാണ്. പക്ഷേ നമ്മുടെ സോണ് ഉപദ്വീപിൽ നിന്ന് ഉത്ഭവിച്ച് വടക്കോട്ട് പോയി ഗംഗയിലേക്ക് വന്ന് ചേരുകയാണ്. അതുകൊണ്ട് അതൊരു PSC ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ എന്താണ്? സോണ് ഗംഗയുടെ പ്രധാനപ്പെട്ട ഉപദ്വീപിയൻ പോഷക നദിയാണ്. ക്ലിയർ ആണ്? ഇനി ഈ ഗംഗാ നദി ഉത്തര മഹാസമുദ്രത്തിൽ പ്രവേശിക്കുന്ന സ്ഥലം ഹരിദ്വാർ ആണ്. ഗംഗ ഉത്തര മഹാസമുദ്രത്തിൽ പ്രവേശിക്കുന്ന സ്ഥലം ഹരിദ്വാറിൽ വെച്ചാണ്. ഇതും പ്രീവിയസ് ആണ്. ഗംഗയാകുന്ന സ്ഥലം ദേവപ്രയാഗ്. ഗംഗ ഉത്തര മഹാസമുദ്രത്തിൽ പ്രവേശിക്കുന്ന അല്ലെങ്കിൽ സമതലത്തിൽ പ്രവേശിക്കുന്നതെന്ന് ചില പരീക്ഷ ചോദിക്കാം. അതും ഏതാണ്? ഹരിദ്വാർ ആണ് അതിന്റെ ആൻസർ. ഹരിദ്വാറിൽ വെച്ചാണ് ഇത് ഉത്തര മഹാസമുദ്രത്തിൽ പ്രവേശിക്കുന്നത്. ഈ ഗംഗയുടെ അവസ്ഥ എന്താണ്? പൊല്യൂട്ടഡ് ആണ് അല്ലെ? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പൊല്യൂട്ടായ നദി ഗംഗയാണെന്ന് ചോദിച്ചാൽ അല്ല, അത് വേറൊരു നദിയാണ്, അത് കൂവമാണ്. ഇന്ത്യയിലെ ഏറ്റവും പൊല്യൂട്ടഡ് ആയിട്ടുള്ള നദി ചോദിച്ചാൽ കൂവം നദിയാണ്. അതെവിടെയാണ്? തമിഴ്നാട്ടിലെ ചെന്നൈയിലാണ്. മോസ്റ്റ് പൊല്യൂട്ടഡ് റിവർ ഇൻ ഇന്ത്യ, അത് കൂവം. ഇന്ത്യയിലെ ഏറ്റവും മലിന നദി കൂവമാണ്. രണ്ടാമത്തെ, മൂന്നാമത്തെ, നാലാമത്തെ സ്ഥാനം നമുക്ക് വേണമെങ്കിൽ ഗംഗയ്ക്ക് കൊടുക്കാം. അങ്ങനെ ഇത് പുണ്യ നദിയല്ലേ? ഇന്ത്യയുടെ ദേശീയ നദിയാണ്, പുണ്യ നദിയാണ്, ജീവരേഖയാണ്. അങ്ങനെ പിന്നെ ഈ ഗംഗാ നദി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അങ്ങ് മലിനമാക്കാൻ പറ്റില്ല. അപ്പൊ ഗംഗാ നദിയെ ശുദ്ധീകരിക്കുന്നതിന് വേണ്ടി ചില ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. ആദ്യത്തെ ശ്രമം നടത്തിയത് രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന സമയത്താണ്. ഗംഗയെ ശുദ്ധീകരിക്കാനുള്ള ആദ്യ ശ്രമം നടത്തിയ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയാണ്. 1986 ജനുവരി 14. ഓക്കെ, എൻ്റെ ഓർമ്മ ജനുവരി 14 എന്നാണ് കേട്ടോ. ജനുവരി 14 തോന്നുന്നു. 1986. അപ്പൊ ഗംഗയെ ശുദ്ധീകരിക്കാനുള്ള ആദ്യ ശ്രമം നടത്തിയ പ്രൈം മിനിസ്റ്റർ രാജീവ് ഗാന്ധിയാണ്. ആ പദ്ധതിക്ക് ഒരു പേരിട്ടു. അതിന്റെ പേര് ഗംഗ ആക്ഷൻ പ്ലാൻ എന്നാണ്. എന്താണ്? ഗംഗ ആക്ഷൻ പ്ലാൻ ആയി. ഒന്നാമത്തെ പദ്ധതിയായി. കുറെ കോടികൾ മുടക്കി ഗംഗയെ ശുദ്ധീകരിക്കാൻ വേണ്ടി. അവിടെ ഇവിടെയൊക്കെ അല്പം ശുദ്ധീകരിച്ചു. 2 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും എന്ത് ചെയ്തു? ഗംഗ പഴയപടിയായി. വീണ്ടും രണ്ടാമതും ഗംഗയെ ശുദ്ധീകരിക്കാൻ വേണ്ടി ഒരു പ്രൈം മിനിസ്റ്റർ മുന്നിട്ടിറങ്ങി. അത് നരേന്ദ്രമോദിയാണ്. അതെപ്പോഴാണ്? അത് 2014 ഗംഗയെ ശുദ്ധീകരിക്കാനുള്ള രണ്ടാമത്തെ പ്രയത്നം നടത്തുന്നത് നരേന്ദ്രമോദി ആദ്യം പ്രധാനമന്ത്രിയായ സമയത്താണ്, 2014. ആ പദ്ധതിയുടെ പേര് നമാമി ഗംഗ എന്നാണ്. എന്താ പദ്ധതിയുടെ പേര്? നമാമി ഗംഗ. ഗംഗാ ശുദ്ധീകരണ രണ്ടാമത്തെ പദ്ധതി നമാമി ഗംഗ പദ്ധതി. പ്രധാനമന്ത്രിയുടെ പേര് നരേന്ദ്രമോദി. ഇനി ഗംഗയെ ശുദ്ധീകരിക്കുന്നതിന് വേണ്ടി ഒരു വിദേശ രാജ്യം, ഒരു യൂറോപ്യൻ രാജ്യം ഇന്ത്യക്ക് 120 മില്യൺ യൂറോ ചെറിയ ഇൻട്രസ്റ്റിന് ലോണായി അനുവദിച്ചിട്ടുണ്ട്. ഗംഗാ നദിയെ ശുദ്ധീകരിക്കാൻ വേണ്ടി 120 മില്യൺ യൂറോ ഇന്ത്യക്ക് നൽകിയ വിദേശ രാജ്യം അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യം ജർമ്മനിയാണ്. ജർമ്മനി. അതിന് നമുക്ക് ക്ലീൻ ഗംഗാ മിഷൻ എന്ന് പറയാം. ക്ലീൻ ഗംഗാ മിഷൻ. അപ്പൊ ക്ലീൻ ഗംഗാ മിഷന് വേണ്ടി 120 മില്യൺ യൂറോ ലോൺ അനുവദിച്ച യൂറോപ്യൻ രാജ്യം ജർമ്മനി. ഈ 3 പദ്ധതി ഒന്ന് മനസ്സിലിട്ടക്കുക. അപ്പൊ ഗംഗയെ ശുദ്ധീകരിക്കാനുള്ള ആദ്യ പദ്ധതി രാജീവ് ഗാന്ധി 1986 ജനുവരി 14 ആരംഭിച്ചതാണ്. ആ പദ്ധതിയുടെ പേര് ഗംഗ ആക്ഷൻ പ്ലാൻ. രണ്ടാമത്തെ പദ്ധതി കൊണ്ടുവന്നത് 2014 നരേന്ദ്രമോദി, നമാമി ഗംഗ പദ്ധതി. മൂന്നാമത്തെ പദ്ധതി എന്ന് പറയുന്നത് ക്ലീൻ ഗംഗാ മിഷന് വേണ്ടി 120 മില്യൺ യൂറോ, യൂറോപ്പിലെ നാണയം, യൂറോ ഇന്ത്യക്ക് ലോണായി അനുവദിച്ച രാജ്യമാണ് ഇത്, ജർമ്മനി എന്ന് പറയുന്ന രാജ്യം. ഈ ഗംഗയ്ക്ക് ഒരു പ്രധാനപ്പെട്ട ഡിസ്ട്രിബ്യൂട്ടറി ഉണ്ട്. ട്രിബ്യൂട്ടറി എന്ന് പറഞ്ഞാൽ പോഷക നദി, ഡിസ്ട്രിബ്യൂട്ടർ എന്ന് പറഞ്ഞാൽ കൈവഴി. ഗംഗയുടെ പ്രധാനപ്പെട്ട കൈവഴി ഏതാ? ഗംഗയുടെ പ്രധാനപ്പെട്ട കൈവഴി എന്ന് പറയുന്നത് ഹൂഗ്ലിയാണ്. ഈ നമ്മൾ പറഞ്ഞതൊക്കെ കൈവഴികളാണ്. കൈവഴിയല്ല, പോഷക നദികളാണ്. ഗംഗയ്ക്ക് ഒരു പ്രധാനപ്പെട്ട ഡിസ്ട്രിബ്യൂട്ടറി ഉണ്ട്, അല്ലെങ്കിൽ കൈവഴിയുണ്ട്. അതിന്റെ പേരെന്താണ്? ഹൂഗ്ലി എന്നാണ്.
ഈ ഹൂഗ്ലി നദിക്കൊരു പോഷക നദിയുണ്ട്, അതാണ് ദാമോദർ. ഹൂഗ്ലിയുടെ പോഷക നദിയാണ് ദാമോദർ, മറക്കണ്ട. ഗംഗയുടെ പ്രധാനപ്പെട്ട ഡിസ്ട്രിബ്യൂട്ടറിയാണ് ഹൂഗ്ലി. ക്ലിയർ ആണല്ലോ. അപ്പൊ ഗംഗ നമ്മുടെ ഇന്ത്യയിലൂടെ കുറേ ദൂരമൊക്കെ ഒഴുകുന്ന സംസ്ഥാനങ്ങളൊക്കെ ഒന്ന് വേണമെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഉത്തരാഖണ്ഡ് ഒഴുകുന്നുണ്ട്, ഉത്തർപ്രദേശിൽ ഒഴുകുന്നുണ്ട്, ബീഹാറിൽ ഒഴുകുന്നുണ്ട്, ജാർഖണ്ഡിന്റെ ചെറിയ പോർഷനിലൂടെ ഒഴുകുന്നുണ്ട്. പിന്നെ ഒഴുകുന്നത് എവിടെയാണ്? നമ്മുടെ വെസ്റ്റ് ബംഗാൾ അല്ലെ. ഈ സ്റ്റേറ്റിലൂടെയൊക്കെ ഇങ്ങനെ ഒഴുകിയിട്ട് വെസ്റ്റ് ബംഗാളിലെ ഫറാക്ക എന്നൊരു സ്ഥലമുണ്ട്. വെസ്റ്റ് ബംഗാളിലെ ഫറാക്കയിൽ വെച്ച് ഇത് നമ്മുടെ ഈ നദി എവിടേക്ക് പോവുകയാണ്? ബംഗ്ലാദേശിലേക്ക് പോവുകയാണ്. ഫറാക്ക എന്ന സ്ഥലത്ത് വെച്ചാണ് നമ്മുടെ ഗംഗാ നദി ബംഗ്ലാദേശിൽ പ്രവേശിക്കുന്നത്. ബംഗ്ലാദേശിൽ ചെന്നു കഴിഞ്ഞാൽ ബംഗ്ലാദേശികൾ ഈ നദിയുടെ പേരങ്ങ് മാറ്റുന്നു. അവരിതിൻ്റെ പേര് പത്മ എന്നാക്കുന്നു. ബംഗ്ലാദേശിൽ വെച്ച് ഈ നദി പത്മ എന്ന പേര് സ്വീകരിക്കുന്നു. അപ്പൊ ഇവിടെ നിലവിൽ മൂന്ന് പേരായി അല്ലെ. സ്റ്റാർട്ടിങ്ങിലെ പേര്, ഉത്ഭവസ്ഥാനത്തെ പേര് ഭഗീരഥി. ഇനി ആര്യമായിട്ട് ചേരുമ്പോൾ, അളകനന്ദയുമായി ചേരുമ്പോൾ എന്താണ് പേര് വന്നത്? ഗംഗ. കുറേ ഒഴുകുന്നു, കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അത് നേരെ പോകുന്നത് എവിടെയാണ്? ബംഗ്ലാദേശിലേക്ക്. ബംഗ്ലാദേശിൽ എൻട്രി ചെയ്യുന്ന സ്ഥലം എവിടെയാണ്? നമ്മുടെ വെസ്റ്റ് ബംഗാളിലെ ഫറാക്ക എന്ന സ്ഥലത്താണ്. ഇനി അവിടെ ചെന്നു കഴിഞ്ഞാൽ അവർ പത്മ എന്ന് പേര് മാറ്റും. അതുപോലെ തന്നെ മറ്റൊരു നദി ബംഗ്ലാദേശിലേക്ക് പോകുന്നുണ്ട്. അതായത് ടിബറ്റിൽ നിന്ന് ഉത്ഭവിച്ച് നമ്മുടെ അരുണാചൽ പ്രദേശ്, ആസാം എന്നീ സംസ്ഥാനങ്ങളിലൂടെ ഒഴുകി അതും നേരെ എവിടേക്ക് ഒഴുകി പോകുന്നുണ്ട്? ബംഗ്ലാദേശിൽ പോകുന്നുണ്ട്. ആ നദിയുടെ പേരാണ് ബ്രഹ്മപുത്ര. ബ്രഹ്മപുത്രയ്ക്കും വേറെ പേരുകളൊക്കെ ഉണ്ട് അല്ലെ. സാങ്പോ എന്ന് ടിബറ്റുകാരെ വിളിക്കുന്നു, ദിഹാങ് അഥവാ ഡിഹാങ് എന്ന് നമ്മുടെ അരുണാചൽ പ്രദേശുകാരെ വിളിക്കുന്നു. ഇനി ഈ നദി ബ്രഹ്മപുത്ര ബംഗ്ലാദേശിൽ ചെന്നാൽ അവര് ബ്രഹ്മപുത്രയ്ക്ക് ഇട്ടയ്ക്കുന്ന പേരാണ് എന്താണ്? ജമുന. എന്താ പേര്? ജമുന. അപ്പൊ നമ്മുടെ ഗംഗയെ അവര് പത്മ എന്നും നമ്മുടെ ബ്രഹ്മപുത്രയെ അവര് ജമുന എന്നും വിളിച്ചു. ഈ രണ്ട് നദികൾ ഇപ്പോൾ ബംഗ്ലാദേശിൽ നിൽപ്പുണ്ട്. അങ്ങനെ ഈ രണ്ട് നദികളും കൂടെ ഇത് ബ്രഹ്മപുത്ര എന്ന് വിചാരിച്ചോളൂ, ഇത് നമ്മുടെ ഗംഗ എന്ന് വിചാരിച്ചോളൂ. അങ്ങനെ ഒഴുകി എന്തെന്നറിയാമോ? ബ്രഹ്മപുത്ര നമ്മുടെ ഗംഗ ബംഗ്ലാദേശിലെ ഒരു സ്ഥലത്ത് വെച്ച് സന്ധിക്കുന്നു. ആ സ്ഥലത്തിന്റെ പേര് ചാന്ദ്പൂർ എന്നാണ്. അപ്പോ ഗംഗയും ബ്രഹ്മപുത്രയും സന്ധിക്കുന്ന സ്ഥലം ചാന്ദ്പൂർ. ചാന്ദ്പൂർ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ഈ രണ്ട് നദികളും സന്ധിക്കുന്നു. നോക്കൂ, രണ്ട് വില്ലൻ നദികളാണ്, രണ്ട് കിടിലൻ നദികളാണ്. അത് സന്ധിക്കുമ്പോൾ എത്രത്തോളം വലുതാവും എന്ന് ആലോചിച്ച് നോക്കണേ. അത്രയും വലുതായി. വീണ്ടും പേര് മാറുന്നു. പിന്നെ ഒരു നദിയായില്ലേ, പേര് മാറുന്നു. അതിന്റെ പേരാണ് മേഘ്ന. അപ്പൊ ഈ രണ്ട് നദികളും ഒരുമിച്ച് ചേർന്നിട്ട് പിന്നെ എന്താ പേര് സ്വീകരിക്കുന്നത്? മേഘ്ന എന്ന പേര് സ്വീകരിക്കുന്നു. മേഘ്ന. അപ്പോ ഒന്നുകൂടെ, ഗംഗയുടെ ആദ്യ പേര് ഭഗീരഥി, പിന്നീട് ഗംഗ ദേവപ്രയാഗിൽ വെച്ച്, ഇനി ബംഗ്ലാദേശ് ചെല്ലുമ്പോൾ പത്മ, ഇനി ബ്രഹ്മപുത്ര ബംഗ്ലാദേശ് ചെല്ലുമ്പോൾ എന്താണ് പേരിട്ടേക്കുന്നത്? ജമുന. പത്മയും ജമുനയും എവിടെ വെച്ച് ഒന്നിക്കുന്നു? ചാന്ദ്പൂർ എവിടെയാണ്? ബംഗ്ലാദേശ്. അവിടെ വെച്ച് ഒന്നിച്ചിട്ട് വീണ്ടും പേര് മാറുന്നു, ഒറ്റ പേരാകുന്നു. നല്ലൊരു പേരാണ്. എന്താണ്? മേഘ്ന എന്ന പേര് സ്വീകരിക്കുന്നു. അങ്ങനെ കുറച്ചുകൂടെ മുന്നോട്ടൊഴുകി അത് ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റ സൃഷ്ടിച്ചുകൊണ്ട് സാഗർ ഐലൻഡിനടുത്ത് വെച്ച് ഈ നദി നേരെ എവിടേക്ക് പ്രവേശിക്കുകയാണ്? ബേ ഓഫ് ബംഗാളിലേക്ക് പ്രവേശിക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റ സുന്ദർബൻ ഡെൽറ്റ സൃഷ്ടിച്ചുകൊണ്ടാണ് ഈ നദി നേരെ എവിടേക്ക് പ്രവേശിക്കുന്നത്? ബേ ഓഫ് ബംഗാളിലേക്ക്, ബംഗാൾ ഉൾക്കടലിലേക്ക് പ്രവേശിക്കുന്നത്. സുന്ദർബൻ ഡെൽറ്റ ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റയാണ്. ഡെൽറ്റയെ പറ്റി പറയുമ്പോൾ ഒരു കാര്യം കൂടെ സൂചിപ്പിക്കണം. ലോകത്തിലെ എല്ലാ നദീ ഡെൽറ്റകളും ട്രയാങ്കിൾ ഷേപ്പ് ആയിരിക്കും. ലോകത്തിലെ ഏത് ഡെൽറ്റ എടുത്ത് നോക്കിയാലും ആ ഡെൽറ്റകളെല്ലാം എന്തായിരിക്കും? ട്രയാങ്കിൾ ഷേപ്പ് ആയിരിക്കും, ത്രികോണാകൃതി ആയിരിക്കും. അങ്ങനെ ഗംഗാ നദിയെക്കുറിച്ച് വളരെ ചുരുക്കം ചില കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അടുത്ത ഒരു മോർണിംഗ് ടീമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.